അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉംറയ്ക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടാകില്ല. എന്നാൽ പല ആളുകളും പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോകാൻ കഴിയാത്തവരാണ്. പല ആളുകൾക്ക് പണമില്ലാത്തത് കൊണ്ട്, പല ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. എന്ത് കാരണമായിക്കോട്ടെ, പോകാൻ ആഗ്രഹമുള്ളവർക്ക് തൗഫീക്ക് കിട്ടാൻ ഒരു നല്ല അമൽ പറഞ്ഞു തരട്ടെ. കൃത്യമായി ചെയ്യണം. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുന്ന ആ കൗബയിലേക്ക് ഒന്ന് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കൗബയുടെ അടുത്ത് ഒന്ന് കാണുക എന്ന്, ഒന്ന് ചുംബിക്കുക, മദീന എന്ന പുണ്യഭൂമിയിൽ ഒന്ന് എത്തുക എന്നൊക്കെയുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത്, ആഗ്രഹിക്കുന്നവരൊക്കെ ഈ അമൽ ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ ഹജ്ജ് കേട്ടിട്ടില്ലേ? സൂറത്തുൽ ഹജ്ജ് ഒരു തവണ പാരായണം ചെയ്യുക. എന്നിട്ട് മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിട്ട് ദുആ ചെയ്യണം. നിങ്ങൾ അതാണ് ആദ്യമായി ചെയ്യേണ്ടത്. സുബഹി നിസ്കാര ശേഷം ഓതുക. ഇനി ഒരാൾക്ക് സുബഹിക്ക് ശേഷം ആ സൂറത്ത് പാരായണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ മഗ്‌രിബിന് ശേഷം പാരായണം ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. ഇനി ഒരാൾക്ക് സുബഹിനും മഗ്‌രിബിനും ഓതാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾക്ക് കഴിയുന്ന സമയത്ത്, മറ്റേതെങ്കിലും സമയത്ത് അയാളൊന്ന് പാരായണം ചെയ്ത് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ചെയ്യണം. മാക്സിമം കഴിയുന്ന അത്ര ദിവസങ്ങൾ നിങ്ങൾ ചെയ്യൂ. നമ്മുടെ വലിയൊരു ആഗ്രഹം നടക്കേണ്ടേ. എന്നിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യും. ദുആ സ്വീകരിക്കുന്നതോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വലിയ നേട്ടങ്ങൾ നമ്മെ തേടിയെത്തും. പുണ്യഭൂമിയിൽ എത്താൻ കഴിയും. അള്ളാഹു ആ പുണ്യഭൂമികളിൽ എത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖും ഭാഗ്യവും നൽകട്ടെ. ആമീൻ. ഇതുപോലെ നല്ല അറിവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.